പതിറ്റാണ്ടുകളോളം ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് കൊളോണിയൽ ശേഷിപ്പുകളായിരുന്നു നിലനിന്നിരുന്നത്. 2014 ശേഷം ഇതിൽ വ്യക്തമായ മാറ്റം പ്രകടമാണ്. ഈ മുന്നേറ്റത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് ഒരു ദേശീയ സംഘടനയാണ്, ശിക്ഷ സംസ്കൃതി ഉദ്ധാൻ ന്യാസ്. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് വിദ്യാഭ്യാസ രംഗത്തെ ഭാരതീയവൽക്കരണമാണ്. ഈ മുന്നേറ്റത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് സംഘടനയുടെ ദേശീയ സംയോജകനായ ശ്രീ എ വിനോദാണ്. നമസ്തേ മാഷേ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. മാഷെ, നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാം. വിദ്യാഭ്യാസ രംഗത്തെ ഭാരതീയവൽക്കരണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആധുനിക കാലം എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരമൊരു പദ്ധതിയുടെ അല്ലെങ്കിൽ ഇത്തരമൊരു മുന്നേറ്റത്തിൻ്റെ പ്രസക്തി യഥാർത്ഥത്തിൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യവും ആ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ലക്ഷ്യവും ഒന്നു തന്നെയാണ്. ഭാരതത്തിൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ലോക കല്യാണം, ലോക സമസ്ത സുഖിനോ ഭവന്തു, ആ രീതിയിൽ വസുദൈവ കുടുംബം എന്ന കാഴ്ചപ്പാടുണ്ടാക്കുക. ഇതൊരു വ്യക്തിയിൽ ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തിയിൽ നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസത്തിലൂടെയാണ് ഈ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടുണ്ടാക്കുന്ന വിദ്യാഭ്യാസത്തെ നമുക്ക് വളരെ ചുരുക്കത്തിൽ ഭാരതീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഭാരതീയത എന്ന് പറയാം. നമുക്ക് ഇന്ന് നമ്മൾ പിന്തുടരുന്ന വിദ്യാഭ്യാസം 1835 മെക്കാളയിലൂടെ ആരംഭിച്ച വിദ്യാഭ്യാസമാണ്. അതിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവർക്കിടയിൽ ഒരു യൂറോപ്യൻ ശൈലിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ സൃഷ്ടിക്കുന്നുള്ള വിദ്യാഭ്യാസമാണ്. അവിടെ പ്രധാനമായിട്ടും അതിൻ്റെ ഉദ്ദേശം അങ്ങനെ ചിന്തിക്കുകയും ആ സംവിധാനത്തിനുള്ളിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകൾ 2 കഴിഞ്ഞു എങ്കിലും നമ്മളതിൽ പല മാറ്റങ്ങളൊക്കെ വരുത്തിയാലും അടിസ്ഥാനപരമായി അതിൻ്റെ ചിന്തയിൽ മാറ്റം വന്നിട്ടില്ല. നമ്മൾ ഇന്നും പഠിക്കുന്ന എന്തിനാണ്? ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ജോലിക്ക് വേണ്ടി 2 കാര്യങ്ങളാണ് ലോകത്തെല്ലായിടത്തും പൊതുവെ വേണ്ടത്. 1 അറിവും വേണം, 2 കഴിവ് സ്കില്ലും വേണം. നമ്മൾ സ്കില്ലിൽ തന്നെ വളരെ പിറകിലായിരുന്നു എന്നാണ് ആധുനിക കാലത്ത് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാർ വിദ്യാഭ്യാസം കിട്ടിയിട്ടും തൊഴിൽ രഹിതരാണ്, അപ്പോൾ എംപ്ലോയബിൾ അല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അറിവിനോടൊപ്പം കഴിവ് വേണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ലോകത്ത് എല്ലാവർക്കും പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് അറിവിനോടും കഴിവിനോടും ഒപ്പം ജീവിത മൂല്യങ്ങൾ കൂടി വേണം. ആ ജീവിത മൂല്യങ്ങളാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ വളരെ ലളിതമായിട്ട് ഇന്ന് ലോകത്ത് 3 കാഴ്ചപ്പാടുകളെ ഒരു ഉദാഹരണമായിട്ട് പറയാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ആധുനിക കാലത്ത് പ്രഭാവം സൃഷ്ടിച്ചത് മുതലാളിത്ത കാഴ്ചപ്പാടാണ്. മുതലാളിത്ത കാഴ്ചപ്പാടിലെ എല്ലാ പ്രയോഗങ്ങളുടെയും എല്ലാ കാര്യം ചെയ്യുന്നതിൻ്റെയും ഉദ്ദേശം എന്താണ്? ലാഭമാണ്. ആ ലാഭത്തെ നമുക്ക് ബഹുലാഭം എന്ന് പറയാം. വളരെയധികം ലാഭം കിട്ടും, ലാഭക്കൊതി. എനിക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിന് എന്ത് കിട്ടും, എന്ത് കിട്ടുമെന്നുള്ളതാണ്. രണ്ടാമത്തത് അതിനെതിരെ വന്ന ഒരു ചിന്താഗതിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിയൻ ചിന്താഗതി. അവിടെ പറയുന്നത് ശൂന്യ ലാഭം ഉണ്ടാവരുത്, അവിടുത്തെ ഉൽപ്പാദനത്തിൻ്റെ മൂല്യം വിതരണം ചെയ്യണം, ലാഭമില്ല എന്നുള്ളതാണ് ശൂന്യ ലാഭം. പക്ഷെ ഭാരതത്തിൽ ഇതിൽ രണ്ടിനും വ്യത്യസ്തമായിട്ടൊരു ചിന്താഗതിയാണുള്ളത്. അത് ശുഭ ലാഭം ഉണ്ടാവണം, അത് ശുഭകരമായിരിക്കണം. വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, അതാണ് രാമകൃഷ്ണ മിഷൻ്റെ ആപ്തവാക്യമായിട്ട് പോലും സ്വീകരിച്ചിരിക്കുന്ന വേദാന്ത ചിന്ത. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ. നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് ജഗത്തിൻ്റെ ഹിതത്തിനായിട്ട് വേണം. ശ്രീനാരായണ ഗുരു അതാണ് പറയുന്നത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഈ ഒരു ജീവിത കാഴ്ചപ്പാടില്ലാത്ത വിദ്യാഭ്യാസം അത് ഭാരതീയമല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം ഇന്ന് ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് അനിവാര്യമാണ്. അതിനു വേണ്ടിയുള്ളൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ ന്യാസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷെ, അപ്പോൾ ഇത് എന്ന് മുതലാണ് ശരിക്കും ഈ സംഘടനയുടെ പ്രവർത്തനം രാജ്യത്ത് തുടങ്ങിയത്? അന്നത്തെ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം ശരിക്കും എന്തായിരുന്നു? ഇത് തുടങ്ങുന്നതിലേക്ക് വഴിവെച്ച എന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടോ? 2 രീതിയിൽ പറഞ്ഞു. ഒന്ന്, ഈ ബ്രിട്ടീഷ് വൈദേശിക വിദ്യാഭ്യാസ സങ്കല്പത്തിനെതിരെ അത് വന്ന മുതൽ തന്നെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ഒരു ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ ബദലിനെക്കുറിച്ചുള്ള ചർച്ചകളും പ്രയോഗങ്ങളും നടത്തിയിരുന്നു. സ്വാമി വിവേകാനന്ദനുണ്ട്, അരവിന്ദ ഘോഷുണ്ട്,
രവീന്ദ്രനാഥ് ടാഗോറുണ്ട്, ഗാന്ധിജിയുണ്ട്, നിരവധി ആൾക്കാരുണ്ട്. നാഷണൽ സ്കൂളുകളൊക്കെ നമുക്കറിയാം. അതിനുശേഷം സ്വതന്ത്ര ഭാരതത്തിലും ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ഭാരതവൽക്കരിക്കണം എന്നുള്ളത് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ നമ്മുടെ വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രവർത്തനമായിരുന്നു. ആ രീതിയിൽ വിദ്യാഭാരതിയുടെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചു, വനവാസി മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിദ്യാഭ്യാസത്തെ വളരെ മുമ്പ് തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിച്ചിരുന്നു. പക്ഷേ ഈ കാലത്തൊക്കെ അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഭാരതത്തിൽ ഇത്രയും വിപുലമായ ഒരു സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എത്ര വലിയ സംഖ്യയാണെങ്കിലും, ഇപ്പോൾ വിദ്യാഭാരതിയുടെ വിദ്യാലയങ്ങളുടെ സംഖ്യ, അവിടുത്തെ വിദ്യാർത്ഥികളുടെ സംഖ്യ, നമ്മുടെ ഏകൽ വിദ്യാലയങ്ങളുടെ അല്ലെങ്കിൽ വിവേകാനന്ദ കേന്ദ്രം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതൊക്കെ സംഖ്യത്തെ വലിയ സംഖ്യയായിട്ട് നമുക്ക് പറയാം. പക്ഷെ ടോട്ടൽ നമ്മുടെ ഭാരതത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്കോപ്പ് എടുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി എടുത്ത് നോക്കുമ്പോൾ അത് വളരെ പരിമിതമാണ്. അതുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളിൽ ഇത് എത്തുക എന്നുള്ളത് ഈ ഒരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ വ്യവസ്ഥാ പരിവർത്തനം എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊരു നിമിത്തമായത് 2002 ദേശീയ വിദ്യാഭ്യാസ ചട്ടക്കൂട് അന്നത്തെ ഗവൺമെൻറ് മുരളി മനോജ് ജോഷിയുടെ നേതൃത്വത്തിൽ ഒരു ഭാരതീയ കാഴ്ചപ്പാടോടുകൂടി ചില പുസ്തക പരിഷ്കരണത്തിനെ കുറിച്ച് ചില ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ സർക്കാർ മാറിയതോടുകൂടി തന്നെ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അതിന് ഡീടോക്സിഫിക്കേഷൻ എന്ന പേരിൽ അല്ലെങ്കിൽ കാവ്യവൽക്കരണത്തിനെതിരെയുള്ള പ്രവർത്തനം എന്ന രീതിയിൽ ആ പ്രവർത്തനത്തെ മുഴുവൻ വിദ്യാഭ്യാസ രംഗത്ത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ മുഴുവൻ അട്ടിമറിച്ചു. ഈ അട്ടിമറിച്ച് പഴയ കാലഘട്ട പുസ്തകങ്ങൾ, ചില ആൾക്കാരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചരിത്രത്തിലെ തെറ്റായ കാര്യങ്ങൾ, ഇതെല്ലാമുള്ള പാഠപുസ്തകങ്ങൾ വീണ്ടും NCERTയിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായപ്പോഴാണ് ശിക്ഷാ ബചാവോ ആന്തോളൻ 2004 ജൂലൈ 2 ഡൽഹിയിലാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനത്തിലൂടെ തെരുവിലുള്ള സമരങ്ങളുണ്ടായിരുന്നു, പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകളുണ്ടായി, കേസുകളുണ്ടായി. ഇതിനെ തുടർന്ന് ഒരു 4-5 വർഷം നിരന്തരം വിവിധ സംസ്ഥാനങ്ങളിൽ പാഠപുസ്തകങ്ങൾ മുഴുവൻ വിലയിരുത്താനും പാഠപുസ്തകത്തിൽ ഇത്തരത്തിലുള്ള ദേശീയതയെ എതിർക്കുന്ന, ദേശീയ പുരുഷന്മാരെ അപമാനിക്കുന്ന, നമ്മുടെ വസ്തുക്കൾക്ക് നിരക്കാത്ത പല കാര്യങ്ങളും പാഠപുസ്തകത്തിൽ കണ്ടെത്തി. ഇതൊരു വലിയ നാഷണൽ ക്യാമ്പയിനായി മാറി. അതിൻ്റെ പരിണതഫലമായിട്ടാണ് 2008 ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് കേരളത്തിൽ വിദ്യാഭ്യാസ വികാസ കേന്ദ്രം സകാരാത്മകമായ വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം ആ രീതിയിൽ ചിന്തിക്കുന്ന ഈ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചത്. അതിന് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഭാരതത്തിൽ മുഴുവൻ ആൾക്കാരും ഇതിനെ സ്വീകരിച്ചത്. 2, നമ്മൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് നിയമപരമായി കോടതിയിൽ 11 കേസുകൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഈ പ്രവർത്തനത്തിന് അനുകൂലമായി വന്നു. ഇത് നമുക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. അതോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഭാരതീയത, അപ്രോച്ച് എന്നിവയൊക്കെ വ്യാപകമായ ചർച്ചയ്ക്ക് വന്നു. ഈ ഉള്ളടക്കത്തിൽ എന്തൊക്കെ കാതലായ മാറ്റങ്ങളാണ് ശരിക്കും വിദ്യാഭ്യാസ വികാസ കേന്ദ്രം അല്ലെങ്കിൽ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളായിരുന്നു തുടക്കത്തിൽ? ഞാനത് ചോദിക്കാൻ കാരണം പ്രത്യേകിച്ച് തദ്ദേശീയ ഭാഷകളുടെ കാര്യത്തിനകത്തും തനത് സംസ്കൃതിയുടെ കാര്യത്തിനകത്തുമൊക്കെ ഒരുപാട് പാർശ്വവൽക്കരണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് യുനെസ്കോ പോലെയുള്ള സംഘടനകളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ ഔദ്യോഗികമായി പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പോലും പറയുന്നത് തദ്ദേശീയ ഭാഷകളെ അവഗണിക്കുന്നത് ശരിക്കും സമൂഹത്തിൽ വലിയൊരു മാർജിനലൈസേഷൻ ഉണ്ടാക്കും. ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി രൂപാന്തരപ്പെട്ടതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം പോലും തദ്ദേശീയ ഭാഷകളെ അവഗണിച്ചതിൻ്റെ ഫലമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ധാന്യാസിൻ്റെ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിൻ്റെ ഇത്തരത്തിലുള്ള വിഷയങ്ങളോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? 2008 വിദ്യാഭ്യാസ വികാസ കേന്ദ്രം അല്ലെങ്കിൽ ശിക്ഷാ ഉദ്ധാന്യാസ് ആരംഭിച്ചത്. ഉടൻ തന്നെ ഭാരതത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത വിദ്യാഭ്യാസ മാതൃകകളെ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ നമ്മുടെ ദേശീയ തലത്തിൽ അന്നുണ്ടായിരുന്ന പല ആൾക്കാരും അത് പോയി കാണുകയും പഠിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം 2011 വൃന്ദാവനിൽ വെച്ചിട്ട് അവിടെയാണ് നമ്മുടെ ദേശീയ തലത്തിൽ പുതിയ മാർഗരേഖ, അടുത്ത 5 വർഷം എങ്ങനെയായിരിക്കണം, നമ്മുടെ ഒന്നാമത്തെ ചിന്തൻ ബൈഠക്ക് എന്ന് പറയാം, അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ഇനി എങ്ങനെ. അപ്പോൾ അതിൽ ഭാരതീയ എല്ലാ
നല്ല മാതൃകകളെയും സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ഭാരതീയ ബദൽ മാതൃക അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചിന്ത. അതിൽ പ്രധാനമായിട്ടും 6 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. ഒന്ന്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാർശനികമായിട്ടും പ്രായോഗികമായിട്ടും ഒരു വ്യക്തിയുടെ സമഗ്രമായ വ്യക്തിത്വ വികാസവും അയാളുടെ സ്വഭാവ രൂപീകരണവുമാണ്. സ്വാമി വിവേകാനന്ദൻ അതാണ് പറഞ്ഞത്. വൈദിക കാലഘട്ടം മുതൽ ഉപനിഷത്തിലെല്ലാം ഈ കാര്യങ്ങൾ പറയുന്നെങ്കിൽ ആധുനിക കാലത്ത് ഏറ്റവും സുന്ദരമായിട്ട് സ്വാമി വിവേകാനന്ദൻ ഇത് പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ ബിൽഡിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഊന്നിക്കൊണ്ടാണ് ആദ്യത്തെ പ്രവർത്തനം. അതാണ് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ പരിവർത്തനം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ ട്രാൻസിഷൻ ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഭാരതത്തിൻ്റെ ജ്ഞാന പൈതൃകത്തെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തുക. അതിനൊരു ഉദാഹരണം എന്ന രീതിയിൽ ആരംഭിച്ചത് വേദഗണിതം. അത് ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഗണിത അഭിരുചി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ന് അവർക്ക് വലിയ ടെൻഷനും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗണിത പഠനം സരളമാക്കാൻ ആധുനിക കാലത്ത് സ്വീകരിക്കാവുന്ന ഈ വേദഗണിതത്തെ കുറിച്ചുള്ള ഒരു മൊഡ്യൂളാണ്. രണ്ടാമത്, ലോകം മുഴുവൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. അപ്പോൾ ലോകത്തെ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കണം ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസം. അപ്പോൾ പരിസ്ഥിതി വിദ്യാഭ്യാസം, ഭാരതീയ ദൃഷ്ടിയുള്ള പരിസ്ഥിതി വിദ്യാഭ്യാസവും ജീവിത രീതിയും ഒരു സ്വഭാവമായിട്ട് വിദ്യാർത്ഥികളിൽ ചെറിയ കാലഘട്ടം മുതൽക്ക് തന്നെ ഉയർത്തി വരണം. വിദ്യാഭ്യാസത്തിലൂടെ ഒരു സ്വായത്തത അല്ലെങ്കിൽ സ്വാവലംബനം അത് വ്യക്തിയിലും സ്ഥാപനത്തിനും വിദ്യാഭ്യാസത്തിനും മൊത്തവും അതുണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ ചില കൺസെപ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഭാരതത്തിൻ്റെ ജ്ഞാന പൈതൃകം നിലകൊള്ളുന്നത് ഭാരതീയ ഭാഷകളിലാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വാഹനം ഭാരതീയ ഭാഷകളാണ്. ഭാരതത്തിൻ്റെ മാത്രമേ ലോകത്തെ. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഷകൾ കൂടുതൽ അന്യവൽക്കരിക്കപ്പെട്ടു. നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നു, നമ്മൾ പാർശ്വവൽക്കൃത സമൂഹത്തെ ഉൾച്ചേർക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. പക്ഷെ വലിയൊരു ഭാഷാ ഡിവൈഡ്, ഒരു ഭാഷാ വിഭജനം ഉണ്ട്. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിലെ പ്രവേശന പരീക്ഷകൾ, തൊഴിൽ മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ജോലിയുടെ രംഗത്ത്, പ്രത്യേകിച്ചും സർക്കാർ ജോലിയുടെ രംഗത്ത് അവിടെ എല്ലാം കാര്യങ്ങളും ഇംഗ്ലീഷിൽ ആകുന്നത് കൊണ്ട് ഇംഗ്ലീഷിൻ്റെ ഒരു അപ്രമാദിത്വം, ഇംഗ്ലീഷിനെ ഉപയോഗിക്കുന്ന നമ്മൾക്കെതിരല്ല. പക്ഷേ ഭാരതീയ ഭാഷകളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് അതൊരു വശം, സാമൂഹിക പ്രശ്നം. 2, ശാസ്ത്രീയമായിട്ട് ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ചയിലെ ഏറ്റവും വലിയ കാര്യം ആ കുട്ടി ചുറ്റുവട്ടത്തു നിന്നും അറിയുന്ന കാര്യങ്ങൾ അപഗ്രഥിക്കുന്നതിലൂടെയാണ്. അതറിയുന്നത് ആ കുട്ടിയുടെ മാതൃഭാഷയിലൂടെയാണ്. അതിലൂടെയാണ് കുട്ടി സംവദിക്കുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കും. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപക്ഷെ കോക്കനട്ട് ട്രീ എന്ന കുട്ടി പഠിക്കും. പക്ഷെ അതേ പ്രായത്തുള്ള ഒരു നാട്ടിലെ കുട്ടി പട്ട എന്ന് പഠിക്കുന്നു, അതിനുള്ളിലെ ഓല എന്ന് പഠിക്കുന്നു, ഈർക്കിലെന്ന് പഠിക്കുന്നു, അത് കഴിഞ്ഞാൽ മച്ചിങ്ങ എന്ന് പഠിക്കുന്നു, കരിക്കെന്ന് പഠിക്കുന്നു, തേങ്ങ എന്ന് പഠിക്കുന്നു, പൂവെന്ന് പഠിക്കുന്നു, പൂക്കുല എന്ന് പഠിക്കുന്നു. എത്രയോ വെറൈറ്റി വൊക്കാബുലറി ഉണ്ടാകും. ഈ എല്ലാം നമുക്ക് ചെറിയച്ഛൻ, വലിയച്ഛൻ, അമ്മാവൻ, വലിയമ്മാവൻ, ചെറിയമ്മാവൻ, കുറേ അമ്മാവന്മാരൊക്കെ അങ്കിളായി മാറി. ചെറിയമ്മ, വലിയമ്മ, അമ്മായി, പല രീതിയിൽ നമ്മൾ പല സ്ഥലത്തും വിളിക്കുന്ന പല ബന്ധങ്ങൾ എല്ലാം ആൻറ്റിയിലുമായി. അപ്പോൾ ഒരു കുട്ടിയുടെ വൊക്കാബുലറി ആ കുട്ടിയുടെ ബ്രെയിൻ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രത്യേകിച്ചും താഴെ ക്ലാസ്സിൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് മാതൃഭാഷയിലുള്ള പഠനം ഉണ്ടാക്കുന്നത് ആ കുട്ടിയുടെ സ്വാഭാവികമായ ചുറ്റുപാടിൽ നിന്നുമുള്ള വളർച്ചയാണ്. അപ്പോൾ അതിന് എന്താണ് പരിഹാരം? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെയാണോ ഇപ്പോൾ ഇല്ലാത്തത് അതിൻ്റെ വ്യവസ്ഥാപരമായ പരിവർത്തനം ഉണ്ടാക്കണം. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ 5-6 മേഖലയിലാണ് അടിസ്ഥാന വിദ്യാഭ്യാസം മാതൃഭാഷയിൽ തന്നെ ആവണം എന്നുള്ള തരത്തിലുള്ള ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് അതാണല്ലോ. പ്രത്യേകിച്ച് NEP നടപ്പിലാക്കുമ്പോൾ ഈ ശാസ്ത്ര വിഷയങ്ങൾ പോലും ആദ്യം മാതൃഭാഷയിൽ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു വാദഗതിക്ക് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നുണ്ട്. ഇപ്പോൾ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാശാസ്ത്രജ്ഞന്മാർ ഇത് വളരെ നേരത്തെ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ കാര്യം ഇല്ലാതെ പോകുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം തദ്ദേശീയ ഭാഷയിൽ ശാസ്ത്രം പഠിപ്പിക്കാത്തതാണ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ
പിന്നെ ഈ സംഘടനയുടെ ശ്രദ്ധ പോയിട്ടുണ്ടായിരുന്നു? ഏറ്റവും രസകരമായ സാന്ദർഭികമായി പറയട്ടെ, ഇന്ന് ജൂലൈ 23 അല്ലേ? ജൂലൈ 20 കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു. ഇന്നേ വരെ ഉണ്ടായതിൽ ഏറ്റവും പ്രമുഖനായ ഒരു ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ തെസീസ് നൽകിയത് 1905 ജൂലൈ 20 അത് ഏത് ഭാഷയിലാണ്? ജർമ്മൻ ഭാഷയിലാണ്. ഇന്ന് കേരളത്തിൽ വ്യാപകമായി ചിന്തിക്കുന്ന ചില പുസ്തകങ്ങൾ നമ്മുടെ ഹിസ്റ്ററി കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും വ്യവസായ മന്ത്രിയൊക്കെ ഗവർണറെ കണ്ട സമയത്ത് കൊടുത്ത പുസ്തകങ്ങൾ, അത് എഴുതിയ ആൾ ഏത് ഭാഷയിലാണ് എഴുതിയത്? ഹിബ്രു ഭാഷയിലാണ്. അപ്പോൾ ശാസ്ത്രമാണെങ്കിലും സാമൂഹ്യ കാര്യങ്ങളാണെങ്കിലും ചരിത്രമാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുക പ്രാദേശിക ഭാഷകളാണ്, ഭാരതീയ ഭാഷകൾക്കാണ്. പ്രാദേശിക ഭാഷയല്ല, നമ്മുടെ ഭാഷ. അതിൽ ഭാരതീയ ഭാഷകൾ വളരെയധികം സയൻറ്റിഫിക്കലി ഡെവലപ്ഡാണ് എല്ലാത്തിനും. അതുകൊണ്ടാണ് പഴയ സംസ്കൃതം ഇന്നും അതിനൊരു മാറ്റവും ഇല്ലാത്തത്. കൃത്യമായിട്ടുള്ള ഉച്ചാരണ, കൃത്യമായിട്ടുള്ള വാക്യരചനയുടെ അർത്ഥവ്യത്യാസത്തിൻ്റെ എല്ലാം ഉണ്ട്. ഇംഗ്ലീഷിൽ READ എന്ന് പറഞ്ഞാൽ റീഡ് എന്നും വായിക്കണം, റെഡ് എന്നും വായിക്കണം. പക്ഷെ ഭാരതത്തിലെ ഒരു ഭാഷയും നമ്മൾ എഴുതുന്നല്ലാതെ വേറൊരു ഉച്ചാരണമില്ല. അപ്പോൾ ഏറ്റവും ശാസ്ത്രീയമായിട്ട് രൂപപ്പെട്ട 18ാം നൂറ്റാണ്ട് വരെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട ഭാരതീയ ഭാഷകളിലാണ്. കേരളത്തിൽ നിന്ന് ചിന്തിച്ചാൽ കാൽക്കുലസ് എന്നിന്ന് പറയുന്ന കലന ഗണിതത്തിൻ്റെ ആദ്യ ഒരു റിട്ടൺ പുസ്തകം എന്ന് പറയുന്നത് ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷയാണ്. അത് ലോകം അംഗീകരിക്കുന്നു. അത് മലയാളത്തിലാണ്, അതും 17-16 നൂറ്റാണ്ടിലെ മലയാളത്തിലാണ്. ഭാരതീയ ഭാഷകൾക്ക് ഏത് കാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. രണ്ടാമത്തത്, ഏത് വിഷയം പഠിക്കുന്നതിനും ഭാഷാ പ്രാവീണ്യം വേണം ഏത് ഭാഷയുമായിട്ട് സംവദിക്കണമെങ്കിൽ. രണ്ടാമത്, ഭാഷയിലൂടെക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിലാണ് ഈ വിശകലനങ്ങൾ നടക്കുന്നത്. ആ വിശകലനത്തിൽ നമ്മുടെ ഭാഷയിലാണ് നമ്മൾ വിശകലനം നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഒരു പറഞ്ഞാൽ പഠിക്കുന്നു, കാണാതെ പഠിക്കുന്നു, അത് കാണാതെ പഠിച്ചത് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതുമ്പോൾ ഏത് ഭാഷയും നമുക്ക് പറ്റും. അതൊരു സ്റ്റീരിയോ ടൈപ്പ്. പക്ഷേ ഒരു ചോദ്യത്തിൻ്റെ ഉള്ളിൽ വൈ, ഹൗ എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കൂടുതൽ കുട്ടി ചിന്തിക്കുന്നത് ആ കുട്ടിയുടെ ഭാഷ, ആ ചിന്തയിലാണ്. അത് കുട്ടിക്കുണ്ടാകുന്നത് കുട്ടിയുടെ അനുഭവത്തിൽ നിന്നാണ്. അതാണ് അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ മാതൃഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് പ്രാഥമിക തലത്തിൽ ഇതാണെങ്കിൽ, ഉയർന്ന തലത്തിൽ ഒരു സമൂഹത്തിൻ്റെ വികാസത്തിൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ, ഇപ്പോൾ ഭാരതമൊക്കെ വന്നിട്ടുണ്ട്. നോക്കൂ, അതിലെ ഈ ചർച്ച വരുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ 20 രാജ്യങ്ങൾ അമേരിക്കയും ഇംഗ്ലണ്ട് ഒഴിച്ച് ബാക്കി 18 രാജ്യങ്ങൾ ഇംഗ്ലീഷ് അല്ലാത്ത രാജ്യങ്ങളായിരുന്നു. അവിടുത്തെ വിദ്യാഭ്യാസവും ആ ഭാഷകളിലായിരുന്നു. അപ്പോൾ ഭാഷയ്ക്ക് ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ വലിയതുണ്ട്. അതിലേറ്റവും പ്രധാനം അതിൻ്റെ ഇൻക്ലൂസീവ്നെസ്സാണ്. എല്ലാവരും അതിലേക്ക് ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇന്ന് ഭാഷ മാത്രം, ഇന്ന് ടെക്നോളജി കൂടി വരേണ്ടി വന്നു. അപ്പോൾ ടെക്നോളജി എന്താണ്? ടെക്നോളജിയെ നമ്മുടെ ഭാഷയിൽ കൊടുക്കുമ്പോഴാണ് ആൾക്കാർ അതിലേക്ക് വരുന്നത്. ഇപ്പോൾ ആൾക്കാർ മുഴുവൻ എന്താണ് ATM-ൽ പോകുന്നില്ലേ? അതിൻ്റെ ഒരു ജനാധിപത്യ. അപ്പോൾ അതിൽ അവിടെ നിന്നാണ് ഭാഷ കൂടി, നമ്മുടെ ഭാഷ കൂടി ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റം വരുത്തേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം അത് നടപ്പിലാക്കുന്നതിൽ സംഘടനയ്ക്ക് എത്രമാത്രം, അത് സുഗമമായി പ്രാവർത്തികമാക്കുന്നതിൽ എത്രമാത്രം പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഈ ട്രാൻസിഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണല്ലോ ഈ ട്രാൻസിഷൻ പ്രായോഗികവൽക്കരിക്കപ്പെടുന്നത്. ആ ഒരു പ്രക്രിയ സുഗമമാക്കുന്നതിൽ എന്ത് പങ്ക് വഹിക്കാൻ സാധിക്കുന്നുണ്ട്? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് 2020 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം രൂപപ്പെട്ടു വന്നു. ആ രൂപപ്പെട്ടു വന്നതിന് ശേഷം അത് നടപ്പാക്കുക എന്നാണ്. അപ്പോൾ ഇത് നടപ്പാക്കേണ്ടത് സർക്കാരല്ല, സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ അല്ല. അവർക്കതിൽ പ്രത്യേക റോളുണ്ട്. അവർ നയം രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും താഴെ എത്തുമ്പോഴേക്ക് വിദ്യാർത്ഥികൾക്ക് അറിയണം, അധ്യാപകർക്ക് അറിയണം, കോളേജ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് അതിൻ്റെ അറിവുണ്ടാകണം. അതിൻ്റെ ഈ മാറ്റത്തിൻ്റെ ഗുണം സമൂഹത്തിന് ബോധ്യപ്പെടണം. ഉദാഹരണത്തിന് മാതൃഭാഷയിൽ പഠിക്കണം എന്ന് ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നു, CBSE പുസ്തകം ഉണ്ടാക്കുന്നു, CBSE അതിന് സർക്കുലർ അയക്കുന്നു.
പക്ഷേ സമൂഹത്തിൽ തൻ്റെ കുട്ടി മലയാളത്തിൽ പഠിച്ചാൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാഷയിൽ പഠിച്ചാൽ നാളെ പിന്തള്ളപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം നിലനിൽക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ കുട്ടിക്കുണ്ടാകുന്ന ഗുണം അത് മനസ്സിലാകാത്തോടത്തോളം കാലം ഈ രക്ഷിതാവ് അതിനെ പിന്തുണയ്ക്കില്ല. രക്ഷിതാവ് പിന്തുണയ്ക്കാത്തോടത്തോളം കാലം ആ സ്ഥാപനം അത് സ്വീകരിക്കില്ല. അപ്പോൾ ഇതൊരു വലിയ സമൂഹത്തിൻ്റെ ഉള്ളിൽ ജാഗരണം വേണം. ഈ ചില വിദ്യാലയങ്ങളിൽ അത് പരീക്ഷിച്ച് നോക്കണം, എന്നിട്ട് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് വളരെയധികം നമ്മൾ ഊന്നൽ നൽകിയത്. അതിന് തയ്യാറുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം UGCയുടെ തന്നെ മുൻ ചെയർമാൻ ജഗദീഷ് ജി എഴുതിയ ഒരു ലേഖനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മഹാരാഷ്ട്രയിലെ ഒരു എൻജിനീയറിംഗ് കോളേജ്, ഇത് മുഴുവൻ കുട്ടികളും 4 വർഷം മുമ്പുള്ള കുട്ടികൾ മറാഠി മീഡിയത്തിന് പഠിപ്പിച്ചു. 4 വർഷം കൊണ്ട് അവർ അത് പഠനം പൂർത്തീകരിച്ച് പോകുമ്പോൾ മറ്റ് എല്ലാ എൻജിനീയറിംഗ് കോളേജുകളെയും അപേക്ഷിച്ചിട്ട് ഏറ്റവും നല്ല പ്ലേസ്മെൻ്റ് അവർക്ക് കിട്ടി. ആ കുട്ടികളെല്ലാം വലിയ കമ്പനികളിലാണ് പ്ലേസ് ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് സന്തോഷം ജനിപ്പിക്കുന്നു. ചില വിദ്യാലയങ്ങളിൽ ഈ പ്രയോഗം നടത്തി അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളിലേക്ക് അവർ ഉയർന്ന മാർക്കിൽ ഉയർന്ന റാങ്കിൽ എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്രയോഗിക്കാനുള്ള പ്രേരണ അതാണ് ശിക്ഷാ സംസ്കൃത ഉദ്ധാന്യാസ് കാര്യമായിട്ട് ചെയ്യുന്നത്. കാരണം സ്വയം ചെയ്യേണ്ടതല്ല, സ്ഥാപനങ്ങളിലാണ് ഇതുണ്ടാക്കേണ്ടത്. അപ്പോൾ ഇനി ഈ ഭാഷ എന്നുള്ള വിഷയം ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ക്യാമ്പയിൻ ആകേണ്ടതുണ്ട്. ഒന്ന് ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രകടീകരണമാണ് നമ്മുടെ വൈവിധ്യമാർന്ന ഭാഷകൾ. ആ ഭാഷയിലൂടെ പഠിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ സമഗ്ര വികാസത്തിന് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല നമ്മുടെ സാമൂഹികവും സാമ്പത്തികവും മൂല്യപരവുമായുള്ള വളർച്ചയിലും ഈ ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാ തലത്തിലും നാളെ ഇത് ഭാരതത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന വലിയൊരു ക്യാമ്പയിൻ വരാനുള്ള സാധ്യതയുണ്ട്, വരുന്നുണ്ട്. അതിന് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്വീകാര്യത ശരിക്കും എത്രമാത്രമുണ്ട് സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന്? ഇപ്പോൾ ശിക്ഷാ സംസ്കൃത ഉദ്ധാന്യാസ് പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ദേശീയ നടത്തുന്ന സമ്മേളനങ്ങൾ, സെമിനാറുകൾ, പ്രത്യേകിച്ചും കോളേജുകളിലൊക്കെ നാഷണൽ സെമിനാർ, ഇൻ്റർനാഷണൽ സെമിനാർ, അവിടെ ഒരാൾ പോലും ഇംഗ്ലീഷ് അല്ലാത്തൊരു ഭാഷയിൽ സംസാരിച്ചിരുന്നില്ല. ഇന്ന് വളരെ പരിമിതമായി 1-2 ആൾക്കാരാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്തരം ഫോറങ്ങളിൽ ഭാരതത്തിൻ്റെ ഭാഷ ഹിന്ദി ആവണമെന്നില്ല, ഭാരതീയ ഭാഷകൾ പ്രയോഗിക്കാൻ ആത്മവിശ്വാസം മാത്രമല്ല, നമ്മുടെ UGC ചെയർമാനെ പോലുള്ള ആൾക്കാർ, വൈസ് ചാൻസലർമാരൊക്കെ തമിഴ്നാട്ടിൽ വൈസ് ചാൻസലർമാർ തമിഴിൽ സംസാരിക്കുന്നു. ഭാരതീയ ഭാഷകളിൽ സംസാരിക്കുന്നത് ഒരു കുറവല്ല, ഒരു കുറവല്ല, അഭിമാനമാണ് എന്ന് അത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നതോടുകൂടി അവിടുത്തെ പരിപാടിയുള്ള ബാനറുകളിൽ ആ നാട്ടിലെ ഭാഷ ഉണ്ടാകുന്നതോടുകൂടി ഒരു അഭിമാനം ഉണ്ടാകുന്നു. ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നില്ലേ, അപകർഷത, അതില്ലാതാകുന്നു. അതിൻ്റെ വലിയൊരു പ്രകടമായ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ നമ്മുടെ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിൻ്റെ ഇതുവരെയുള്ള വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? കഴിഞ്ഞ 5 വർഷത്തിലെ പ്രധാനപ്പെട്ട സംഘടനാപരമായ ചിന്ത ഈ പ്രവർത്തനം ഭാരതം മൊത്തം വ്യാപിപ്പിക്കണം എന്നായിരുന്നു. ചെറിയ നെറ്റ്വർക്കാണ്, ഇതൊരു സംഘടനയല്ല, ഒരു പ്രവർത്തനമാണ്, ഒരു മുന്നേറ്റം പ്രവർത്തനമാണ്. അതിൽ സർക്കാർ, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യത്യസ്ത വ്യക്തികൾ, ഇവരെല്ലാം സമയോപിപ്പിച്ച് ആ നാടിൻ്റെയും മൊത്തത്തിൽ നമ്മുടെ ദേശത്തിൻ്റെയും ലോകത്തിൻ്റെയൊക്കെ വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു ലൂസ് സംവിധാനമാണ്, സംഘടനാ സംവിധാനമാണ്, സംയോജക സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സംഘടനാ സംവിധാനത്തിന് വേണ്ടി നമ്മൾ സംസ്ഥാനങ്ങളെ ചെറിയ പ്രവിശ്യകളാക്കിയിട്ടുണ്ട്, പ്രാന്തങ്ങളാക്കിയിട്ടുണ്ട്. കേരളം ഒന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ നമുക്ക് ഏകദേശം ഇന്ന് ഭാരതത്തിലെ നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെയുള്ള കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രവർത്തനത്തെ വ്യാപിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു ഏറ്റവും നല്ല പ്രവർത്തനം, മിഡിൽ പ്രവർത്തനമൊക്കെ അങ്ങനെ വ്യത്യസ്തം ഉണ്ടാകും. എന്നാലും പൊതുവെ ഒരു സ്വീകാര്യത ആ രീതിയിലുണ്ട്. 2, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വേർട്ടിക്കൽസ്, അതിൽ വിഷയങ്ങളെടുത്തിട്ട്, അപ്പോൾ അതിൽ ഏറ്റവും പ്രമുഖമായ ചില വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളാണ്.
അപ്പോൾ അതിലെ ഭാഷ, മാതൃഭാഷാ വിദ്യാഭ്യാസം എന്നുള്ള പ്രവർത്തനം ഇന്ന് അവിടുന്ന് വളർന്നിട്ട് ഈ ഭാരതീയ ഭാഷാ മഞ്ച് എന്നുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും അതിനകത്ത് ഭാഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ രംഗത്തെയും പ്രതിനിധീകരിക്കുന്ന പ്രവർത്തനമുണ്ട്. അത് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പ്രൈമറി മുതൽ ഗവേഷണം വരെ, ഭരണരംഗത്ത്, നീതിന്യായ രംഗത്ത്, മത്സര പരീക്ഷാ രംഗത്ത്, തൊഴിൽ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ഈ രംഗത്തെല്ലാം ഭാരതീയ ഭാഷകളെ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. വേദഗണിതം ഒരു വിഷയം മാത്രമായിട്ടാണ് ഭാരതീയ ജ്ഞാന പരമ്പര നമ്മൾ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് വേദഗണിതത്തോടൊപ്പം തന്നെ ഏകദേശം എല്ലാ മേഖലയിലും, പ്രത്യേകിച്ചും മാനേജ്മെൻറ്റ് മേഖലയിൽ പരിസ്ഥിതി അതുതന്നെയാണ്, അധ്യാപക പരിശീലന രംഗത്ത്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത്, എല്ലാ രംഗത്തും ഭാരതീയ ജ്ഞാനത്തെ എങ്ങനെ സന്നിവേശിപ്പിക്കാം എന്നുള്ള പ്രവർത്തനം വളരെ വ്യാപകമായിട്ടുണ്ട്. പല സംസ്ഥാന സർക്കാരുകളും ആദ്യ തുടക്കത്തിലൊക്കെ ചില സ്ഥാപനങ്ങളുമായിട്ടാണ് നമുക്ക് ടൈപ്പ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സംസ്ഥാന സർക്കാരുകൾ കൂടി നമ്മൾ ടൈപ്പിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മധ്യപ്രദേശിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ശിക്ഷാ സംസ്കൃത ഉദ്യാന്യാസും ഭാരതീയ ജ്ഞാന പരമ്പര എങ്ങനെ വിദ്യാഭ്യാസത്തിൽ സന്നിവേശിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസം, ആ കാര്യം നടക്കുന്നത്. അതേപോലെ തന്നെ ഗുജറാത്തിലൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാതൃഭാഷ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇങ്ങനത്തെ വ്യത്യസ്ത സംസ്ഥാന സർക്കാരുകളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട്, ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ, തെലങ്കാനയിൽ അവിടുത്തെ മുഴുവൻ അധ്യാപകർക്കും സർക്കാർ സംവിധാനത്തിലൂടെ നമ്മുടെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് വേദഗണിതത്തിൻ്റെ 5 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സ് കഴിഞ്ഞ വർഷം 800 അധ്യാപകർക്ക്, ഹൈസ്കൂൾ അധ്യാപകർക്ക് സർക്കാർ നൽകി. അപ്പോൾ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും SCRT നമ്മളും ചേർന്നിട്ടാണ് നടത്തിയത്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനം നടത്തും. ആ സമയത്ത് അവിടുത്തെ അനുകൂലമായ സർക്കാരൊന്നും ആയിരുന്നില്ല, പക്ഷേ ഈ കാര്യം അവർ ഉൾക്കൊണ്ട് നടപ്പാക്കി എന്നുള്ളതാണ്.